മഴത്തോര് മുൻപിൽ ഇനി വരാൻ പോകുന്ന വിശേഷമാണ് പറയാൻ പോകുന്നത്. അങ്ങനെ അങ്ങനെ ഔതക്കുട്ടിയും അലീനയും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡിലെ കുടി എങ്ങനെയെങ്കിലും കുറയ്ക്കണം. അതുമാത്രമാണ് അലീനയുടെ ഇപ്പോഴത്തെ ചിന്ത. കുടി കുറച്ചില്ലെങ്കിൽ അസുഖങ്ങൾ എന്തെങ്കിലും വരുമെന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ വീട്ടുജോലിക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സ്റ്റാൻലിയെ പറ്റിക്കുന്നുണ്ട്. അത് അലീനയ്ക്ക് നന്നായിട്ടറിയാം. അപ്പം ആ കള്ളത്തരങ്ങൾ ഇതോടെ നിർത്തണം. ഇപ്പം അലീനയോട് സ്റ്റാൻലിക്ക് നല്ല സ്നേഹമുണ്ടെന്ന് അലീനയ്ക്കറിയാം. പിന്നെ സ്വന്തം പപ്പയെ ഇങ്ങനെ വീട്ടുജോലിക്കാർ തന്നെ പറ്റിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അലീന പറഞ്ഞ പ്രകാരം കുറച്ചുകൂടെ രാവിലെയൊക്കെ എണീച്ച് പൗലോസും ആൻ്റപ്പനും ഒക്കെ ജോലി ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പം പൗലോസിനാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. 8 മണിക്ക് എണീച്ച് കിച്ചണിൽ കയറി ജോലി ചെയ്തുകൊണ്ടിരുന്ന പൗലോസ് ഇപ്പോൾ കുറച്ചുകൂടെ നേരത്തെ എണീക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീനയുടെ പരിഷ്കരണമൊന്നും പൗലോസിന് ഇഷ്ടപ്പെടുന്നില്ല, കൂടെ ആൻ്റപ്പനും. അപ്പം ആൻ്റപ്പൻ്റെ അടുത്ത് പൗലോസ് പറയുന്നുണ്ട്, ആ കൊച്ച് കേണൽ സാബിൻ്റെ മോളെന്ന് പറഞ്ഞാൽ ആ കൊച്ച് ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുവാണല്ലോ, അത് നമുക്കും കൂടെ മെനക്കേടാണല്ലോ എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. 8 മണി വരെ മറ്റേത് കിടന്ന് ഉറങ്ങായിരുന്നു, അതിന് ശേഷം കിച്ചണിൽ കയറിയാൽ മതി, ഇപ്പം തന്നെ കണ്ടോ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബൈജു പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ ആ കൊച്ച് പറയുന്നതെല്ലാം അങ്ങ് കേൾക്കാൻ നിൽക്കുന്നത്, അതിന് കൂടുതൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊന്നും കൊടുക്കല്ലെന്നൊക്കെ ബൈജു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ആൻ്റപ്പം പറയുന്നുണ്ട്, അത് തന്നെ നമ്മൾ ആ അലീന കൊച്ചിന് കൂടുതൽ സപ്പോർട്ടൊന്നും കൊടുക്കല്, നമുക്കതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കേണൽ സാബ് പറയുന്നത് മാത്രം കേട്ടാൽ മതി, ആ കൊച്ചിൻ്റെ മുന്നിൽ നമ്മൾ അടിയറവ് പറയേണ്ട ഒരാവശ്യമില്ലെന്ന് ആൻ്റപ്പം പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അത് തന്നെ നമ്മളെന്തിനാ ആ കൊച്ച് പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നത്, അവളുടെ പരിഷ്കരണമൊക്കെ അവളുടെ കയ്യിലിരുന്നാൽ മതി, ഇത്രയും നാൾ അവളല്ലല്ലോ ഇവിടെ ഭരിച്ചിരുന്നത്, കേണൽ സാബല്ലേ, കേണൽ സാബ് പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് അവിടെ രാവിലെ തൂക്കാൻ വരുന്ന വേലക്കാരി വരുന്നത്. അപ്പം അതിനോട് പൗലോസ് പറയുന്നുണ്ട്, നിനക്കിന്ന് സാധനമൊന്നും വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഇവിടുത്തെ ആ കൊച്ചുണ്ടല്ലോ അലീന, ആ കൊച്ച് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇന്നാളൊരു ദിവസം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയപ്പം എന്നെ പിടിച്ചതാണ്. അപ്പം ആൻ്റപ്പം പറയുന്നുണ്ട്, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, ആ കൊച്ച് ഇപ്പോഴൊന്നും വരത്തില്ല, പിന്നെ ആ കൊച്ച് കണ്ടാൽ എന്താ, സാറ് കേണൽ സാബിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അതിനെന്താ, അതാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം പൗലോസ് പറയുന്നുണ്ട്, അത് തന്നെ, നമ്മളല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കിച്ചണിലെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്, അപ്പം എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ ആ കൊച്ച് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സാധനങ്ങളെടുത്ത് സഞ്ചിയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പോകുമ്പോഴാണ് അലീന വരുന്നത്. എന്താ പൗലോസ് ചേട്ടാ ഇതെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളാണ്, അതാ ഞാൻ ചോദിച്ചത്, ഈ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്ന സാധനം എന്തിനാ ഈ ചേച്ചിക്ക് എടുത്ത് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചത്, അത് ഇവിടെ ബാക്കി വരുന്ന സാധനം ആ കുഞ്ഞിന്ന് എൻ്റെ അപ്പം പറയാണ്. എന്താ എൻ്റെ പേട്ട, ഇവിടെ ഇത്രയോളം സാധനങ്ങൾ അധികം വരുന്നു, എന്താ കവറിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ ആ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം അതേപോലെ ഇവിടെ ബാക്കി കിടക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്രയും സാധനം കുറച്ച് വാങ്ങിച്ചാൽ പോരെ എന്ന് അലീന പറയുന്നുണ്ട്. ഈ സമയത്ത് പൗലോസ് ആണെങ്കിൽ സാധനങ്ങളെല്ലാം സഞ്ചിക്കകത്ത് ഇട്ട് അതിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പൗലോസ് ചേട്ടാ, ഞാൻ പറഞ്ഞത് പൗലോസ് ചേട്ടന് മനസ്സിലായില്ലേ, ആ സഞ്ചിക്കകത്തിട്ട സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ പറയാണ്. അത് നടക്കത്തില്ല കുഞ്ഞ്, ഞാൻ ഇട്ട് കൊടുത്ത സാധനമാണെങ്കിൽ അത് ഞാൻ തിരിച്ചെടുക്കത്തില്ല എന്ന് പറയാണ്. അപ്പം അലീനയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പൗലോസ് ചേട്ടനാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ അടുക്കളയിലെ കാര്യങ്ങൾ ഇത്രയും നാൾ ഞാനാ തീരുമാനിച്ച് എൻ്റെ ഇഷ്ടത്തിനാണ് കൈകാര്യം ചെയ്തത്, ഇപ്പം കുഞ്ഞ് വന്നെന്നും പറഞ്ഞുകൊണ്ട് അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഉടനെ അലീന ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ കേണൽ സാബിനെ വഞ്ചിച്ച് ഇവിടുന്ന് സാധനങ്ങൾ മോഷ്ടിച്ച് കടത്തുന്നതാണോ നിങ്ങൾ കേണൽ സാബിനോട് ചെയ്യുന്ന സഹായം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്, എന്താ മോളെ, എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയുകയാണ്. ഏയ് ഒന്നുമില്ല വല്യപ്പച്ച, എന്താ മോളെ എന്ന് ചോദിക്കുകയാണ്. അതെ, ഈ പൗലോസ് ചേട്ടൻ ഈ ചേച്ചിക്ക് കുറച്ച് സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടുന്നു. അപ്പം ഞാൻ പറഞ്ഞതാ, അങ്ങനെ നമ്മുടെ അടുക്കളയിൽ നിന്നും അങ്ങനെ വെറുതെ സാധനം എടുത്ത് ഒരാൾക്ക് കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ, ഓരോരുത്തരിന് പൈസ കൊടുത്തല്ലേ വാങ്ങിക്കുന്നത്, ഇത് കള്ളത്തരമല്ലേ, അതുകൊണ്ട് തിരിച്ച് സാധനം എടുക്കാൻ പറഞ്ഞതാ, അത് ഞാൻ എടുക്കത്തില്ല വല്യപ്പച്ച എന്ന് പൗലോസും പറയുന്നുണ്ട്. അതെന്താടാ മോള് പറയുന്നത് നീ കേട്ടില്ലയോ. അപ്പം പൗലോസ് പറയുന്നുണ്ട്, ഞാൻ കേട്ട്, പക്ഷേ ഞാനത് തിരിച്ചെടുക്കത്തില്ല, അതിന് ഞാൻ കൊടുത്തതാ, സഞ്ചിയിലിട്ട് കൊടുത്തതാ, ഇനി ഞാൻ തിരിച്ചെടുക്കത്തില്ല, പിന്നെ അല്ലെങ്കിൽ ഈ കൊച്ചു പറയുന്നതിൽ ഞാൻ കേൾക്കുന്നത്, ഞാൻ ഇവിടുത്തെ കേണൽ സാബിൻ്റെ ജോലിക്കാരനല്ലേ, അപ്പോൾ കേണൽ സാബ് പറയുന്നത് മാത്രം കേട്ടാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, ആ സഞ്ചിയിൽ നിന്ന് തിരിച്ച് സാധനം എടുത്തിട്ട് പൗലോസ് ചേട്ടൻ ഇനി ജോലിക്ക് നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി, ഇനി ജോലി ചെയ്താൽ മതിയെന്ന് പറയാണ്. അപ്പം പൗലോസ് പറയാണ്, ആഹാ, കുഞ്ഞാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, നടക്കത്തില്ല, അങ്ങനെ മകളാന്ന് വന്ന് കയറിയ ഏതോ ഒരു പെണ്ണ് പറയുന്നത് കേട്ട് എനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ കേണൽ സാബിനോട് പറഞ്ഞോളാം, ഇന്നലെ ഇവിടുന്ന് വന്ന ഒരു അനാഥാലയത്തിൽ വന്ന കയറി
കയറിയ പെണ്ണ് പറയുന്നത് എനിക്ക് കേൾക്കാൻ സൗകര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് പൗലോസിൻ്റെ നേരെ ചെല്ലുന്നുണ്ട്. പൗലോസ് ആണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ആൻ്റപ്പനും ബൈജുമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നേരെ പൗലോസ് പോകുന്നത് സ്റ്റാൻലി അടുത്താണ്. അപ്പം ഇതൊക്കെ കേട്ട് വിഷമമായിട്ട് നേരെ മുറിയിൽ പോകുന്നതുകൊണ്ട് അലീന. അപ്പം അലീന മുറിയിൽ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവതക്കുട്ടി പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, മോൾ എന്തിനാണ് വിഷമിക്കുന്നത്, അവൻ ഇവിടുത്തെ വെറും ജോലിക്കാരിയാണ്, ആ ജോലിക്കാരൻ പറയുന്നതല്ലല്ലോ ഇവിടെ നടക്കുന്നത്, മോള് പറയുന്നത് നടക്കുന്നതെന്നൊക്കെ അവതക്കുട്ടി സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ സമയത്ത് സ്റ്റാൻലി അടുത്ത് ചെന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, കേണൽ സാബേ, ഞാൻ ഇവിടുത്തെ ജോലി മതിയാക്കി പോവുകയാണ്. സാറ് പറയുന്നത് കേട്ടാണ് ഇത്രയും നാൾ ഞാനിവിടെ ജോലി ചെയ്തത്. ഇപ്പം എവിടുന്നോ വന്ന ഒരു പെണ്ണ് സാറിൻ്റെ മോളാന്ന് പറയുന്ന അലീന പറയുന്നത് കേട്ട് എനിക്കിവിടെ ജീവിക്കണം, അത് നടക്കത്തില്ല എന്ന് പറയണം. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നത്, അല്ല കിച്ചണിൽ വന്നിട്ട് ഇനി ഞാൻ ജോലി ചെയ്യണ്ട ഇവിടുന്ന് പൊക്കോണോ എന്ന് പറയുന്നത്, ആഹാ അത്രയ്ക്ക് അഹങ്കാരമായോ എന്ന് ചോദിക്കുകയാണ്. ആ അലീനയോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ആ കൊച്ചിനോട് ഒന്നും പറഞ്ഞില്ല. പിന്നെ അടുക്കളയിൽ വന്ന കുറച്ച് സാധനങ്ങൾ ആ തൂക്കാൻ വരുന്ന ആ പെണ്ണിനെടുത്ത് കൊടുത്ത് അത് കണ്ടുകൊണ്ട് വന്ന് അതിനായിട്ട് വഴക്കിട്ട് ഞാൻ ചോദിച്ച് ഇത് ആർക്കും വേണ്ടാത്ത സാധനമല്ലേ, അത് കൊണ്ടുപോട്ടെ എന്ന്. പക്ഷേ അലീന സമ്മതിക്കുന്നില്ല. അലീന എന്നോട്ട് വഴക്കിട്ട് നിൽക്കുക. അതുകൊണ്ട് കേണൽ സാബ് പറയുന്നത് കേട്ടാണ് ഇത്രയും കാലം ഞാൻ ജോലി ചെയ്തത്. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ്. അപ്പം പൗലോസിൻ്റെ അടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, ആഹാ അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി പെട്ടെന്ന് ചാടി എണീച്ച് അലീനയുടെ മുറിയിലിട്ട് പോവാണ്. അലീന അവിടെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം സ്റ്റാൻലി ആണെങ്കിൽ വന്ന് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പൗലോസിനെ നീ പറഞ്ഞു വിട്ടോന്ന് ചോദിക്കുകയാണ്. ഞാൻ ആരെയും പറഞ്ഞു വിട്ടില്ല എന്ന് പറയാണ്. പിന്നെ പൗലോസ് വന്ന് പറഞ്ഞ് നീ പറഞ്ഞു വിട്ടെന്ന് അത് പൗലോസ് ഏട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. ഇവിടെ ബാക്കി വന്ന കുറച്ച് ആഹാരം എടുത്ത് ആ കൊച്ചിന് കൊടുത്തെന്നും പറഞ്ഞ് എന്താ കുഴപ്പം, അവർക്കത് പ്രയോജനപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയണം, ബാക്കി വന്ന ആഹാരമോ, ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് പൗലോസേട്ടൻ ബാക്കി വന്ന ആഹാരം എന്ന് പറഞ്ഞത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അങ്ങ് കഴക്കൂട്ടത്ത് ആ ഓർഫനേജ് ആരെങ്കിലും തിന്നേൻ്റെ ബാക്കി എങ്കിലും കിട്ടണേ എന്ന് ആലോചിച്ച് എത്രയോ രാത്രികളും പകലും വിഷമിച്ചിരിക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ആഹാരത്തിൻ്റെ വില എനിക്ക് നന്നായിട്ടറിയാം. അത് എന്നെ പപ്പ പഠിപ്പിക്കുകയും വേണ്ട. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് ഇവിടെ വാങ്ങിച്ചു വെച്ച സാധനങ്ങളാണ്. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഒരു മോഷണം കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പൗലോസേട്ടൻ്റെ വാക്ക് കേട്ട് പപ്പ എന്നെ കുറ്റപ്പെടുത്തിയല്ലോ. പൗലോസേട്ടൻ പറഞ്ഞത് ശരിയാണോന്ന് പപ്പ അന്വേഷിച്ചോ? ഇല്ലല്ലോ. എനിക്ക് ആഹാരത്തിൻ്റെ വില നന്നായിട്ടറിയാം. ഒരാൾക്ക് ആഹാരം ഇല്ലെങ്കിൽ എന്തുമാത്രം അയാൾ കഷ്ടപ്പെടുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലി ഭയങ്കര വിഷമത്തോടെ വരുന്നുണ്ട്. അപ്പം അതിനുശേഷം നേരെ പുറത്തോട്ടിറങ്ങി പൗലോസിനെ വിളിക്കുന്നുണ്ട്, അതുപോലെ ആൻ്റപ്പനെയും വിളിക്കുന്നുണ്ട്. അപ്പം ആൻ്റപ്പൻ പേടിച്ച് വരച്ച് വരുന്നുണ്ട്. എന്താ ആൻ്റപ്പ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്താ കേണൽ സാബേന്ന് ചോദിക്കുകയാണ്. ഇവിടെ എന്താ അടുക്കളയിൽ നടന്നത്, അലീനയും പൗലോസും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പം ആൻ്റപ്പനാണെങ്കിൽ പൗലോസിൻ്റെ സൈഡിൽ നിന്ന് പറയാണ്, അപ്പം അത് മാത്രമേ നടന്നോളൂ ആൻ്റപ്പ എന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചു വെച്ച സാധനങ്ങളാണോ കൊടുത്തത്, അതോ ഇവിടെ ബാക്കി വന്ന സാധനങ്ങളാണോ കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അവസാനം ആൻ്റപ്പൻ സത്യമൊക്കെ പറയുകയാണ്. അപ്പം ഇത് കേൾക്കുന്ന ആൻ്റപ്പൻ്റെ അടുത്തും പൗലോസിൻ്റെ അടുത്തും പറയാണ്, ഇനി ഇവിടെ ഇതുപോലെ ജോലിക്കാർ വേണ്ട. എൻ്റെ വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ നിർത്തിയത്, ഇനി ആൻ്റപ്പനെ ഇവിടെ വേണ്ടാന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ആൻ്റപ്പൻ അങ്ങ് വല്ലാതാവുന്നുണ്ട്. സാറേ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയാണ്. അവസാനം പൗലോസിനെ അവിടുന്ന് ഇറക്കി വിടുകയാണ് സ്റ്റാൻലി. പൗലോസിനെ ഇനി ജോലിക്ക് വേണ്ട, ഇത്രയും കള്ളത്തരം കാണിക്കുന്ന പൗലോസ് ഇനി ഈ വീട്ടിൽ ജോലിക്ക് വേണ്ടാന്ന് പറഞ്ഞ് സ്റ്റാൻലി പൗലോസിനെ അവിടുന്ന് അടിച്ചിറക്കി വിടുകയാണ്.